അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ റിയാദിൽ 2 പേരുടെ വധശിക്ഷ നടപ്പിലാക്കി 2 പേരുടെ തല വെട്ടിമാറ്റി. ഈ 2 പേരിൽ ഒരാൾ സൗദി പൗരനാണ്, മറ്റൊരാൾ യമനി പൗരനുമാണ്. ഈ 2 പേർക്ക് സൗദി കോടതി വധശിക്ഷ വിധിക്കാനും കഴിഞ്ഞ ദിവസം ഈ ഒരു ശിക്ഷ നടപ്പിലാക്കാനൊക്കെയുള്ള കാരണം ഇവർ ചെയ്ത തെറ്റ് ഒരു മലയാളിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. 2017 മലയാളിയായ മലപ്പുറം ജില്ലക്കാരനായ പരപ്പനങ്ങാടി സ്വദേശി അഞ്ചമണ്ടിപ്പുരയ്ക്കൽ സിദ്ദീഖ് എന്ന പേരുള്ള 45 വയസ്സുകാരനെ ഈ സൗദി പൗരനും യമൻ പൗരനും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. 2017 ജൂലൈ 21 സൗദി അറേബ്യയിലെ റിയാദിലെ അസീസിയയിൽ ഈ സിദ്ദീഖ് ജോലി ചെയ്തിരുന്ന കടയിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. രാത്രി സമയത്താണ്, അദ്ദേഹം ഒറ്റയ്ക്കാണ് കടയിലുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ സൗദി യുവാവായ റയാൻ ബിൻ ഹുസൈൻ ബിൻ സഅദ് അൽ ഷെഹ്റാനി എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ യമനി പൗരനായ അബ്ദുള്ള അഹമ്മദ് ബാസാദ് എന്നിവരും ഈ 2 പേരും ചേർന്നിട്ട് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഈ കടയിലേക്ക് കയറുകയും അതുപോലെ തന്നെ സിദ്ദീഖിനോട് ക്യാഷ് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. സിദ്ദീഖ് ക്യാഷ് നൽകാൻ തയ്യാറായില്ല. അതിൻ്റെ പേരിൽ സിദ്ദീഖിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സിദ്ദീഖിനെ കത്തികൊണ്ട് കുത്തുകയും ഒക്കെ ചെയ്തു. പെട്ടെന്ന് തന്നെ പോലീസ് സ്ഥലത്തെത്തി. പോലീസ് എത്തിയപ്പോഴേക്കും ഇവർ അവിടെ നിന്ന് ഈ പ്രതികൾ, ഈ സൗദി പൗരനും യമനി പൗരനുമായ ഈ 2 പേർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. സിദ്ദീഖിനെ പോലീസ് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും സിദ്ദീഖ് മരണപ്പെട്ടു. പോലീസ് ഈ 2 പേരെയും ഉടനെ തന്നെ പിടികൂടി വിചാരണ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു. കാരണം മറ്റൊരു രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് ജോലി തേടിയെത്തിയ, ജീവിതത്തിൻ്റെ വഴി തേടിയെത്തിയ ഒരു വ്യക്തിയെയാണ് ഇവർ 2 പേരും ചേർന്ന് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത് രാജ്യദ്രോഹമാണ്, അത് വളരെ ഗുരുതരമായ തെറ്റാണ് എന്നാണ് വിചാരണ കോടതി നിരീക്ഷിച്ചത്. അതുകൊണ്ട് ഇവർക്ക് വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ് വിചാരണ കോടതി വിധിച്ചത്. വിചാരണ കോടതിയുടെ ആ ഒരു വിധിക്കെതിരെ ഈ 2 പേരും, ഈ സൗദി പൗരനും യമനി പൗരനും അപ്പീൽ കോടതിയെ സമീപിച്ചു. പക്ഷേ അപ്പീൽ കോടതിയും വിചാരണ കോടതിയുടെ വിധി ശരിവെച്ചു. പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയും അതേ വിധി ശരിവെച്ചു. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിലുള്ളൊരു വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെ ആരെത്ര ക്രൂരമായി കൊലപ്പെടുത്തിയാലും നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ പ്രതികൾക്ക് എന്താണ് കിട്ടുക? കീഴ്ക്കോടതി അല്ലെങ്കിൽ വിചാരണ കോടതി ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിധിച്ചാൽ, വധശിക്ഷയോ മറ്റോ വിധിച്ചു കഴിഞ്ഞാൽ അത് അപ്പീൽ കോടതി റദ്ദ് ചെയ്യും, അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള കോടതി റദ്ദ് ചെയ്യും, അല്ലെങ്കിൽ സുപ്രീം കോടതി റദ്ദ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ സൗദി കോടതി ഇത് വളരെ ക്രൂരമായിട്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. മറ്റൊരു രാജ്യത്ത് നിന്ന് ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് വന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയത് രാജ്യദ്രോഹമാണ് എന്നുള്ള നിലപാടാണ് സൗദി കോടതി സ്വീകരിച്ചത്. അങ്ങനെ ഏതായാലും ഇവരുടെ കുടുംബം സൽമാൻ രാജാവിനെ സമീപിക്കുന്നു, മാപ്പ് നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സൽമാൻ രാജാവും സൗദി ഭരണകൂടവും ഒരിക്കലും അത് മാപ്പ് നൽകാൻ പറ്റുന്ന ഒന്നല്ല. കാരണം മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് ജീവിത മാർഗം കണ്ടെത്താൻ വേണ്ടി വന്ന ഒരു വ്യക്തിയെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതും അകാരണമായി കൊലപ്പെടുത്തിയിട്ടുള്ളതാണ്, കൊള്ളയടിക്കാൻ വേണ്ടി കൊലപ്പെടുത്തിയിട്ടുള്ളതാണ്, ക്രൂരമാണ്. ഒരിക്കലും മാപ്പ് നൽകാൻ പറ്റില്ല എന്നുള്ള നിലപാടായിരുന്നു സൗദി ഭരണകൂടത്തിൻ്റെയും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ 2 പേരെയും റിയാദിൽ വെച്ച് 2 പേരുടെയും വധശിക്ഷ നടപ്പിലാക്കുന്നത്. ഇത് നമ്മുടെ നാടാണെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. എത്ര വലിയ ക്രിമിനലുകളായാലും, എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളായാലും കുറച്ചു കാലം ജയിലിൽ കൊണ്ടുപോയിടും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മട്ടനും ചിക്കനും ബീഫും അതുപോലെ 2 ദിവസം മീനൊക്കെ നൽകി നന്നായി വലിയ സ്വീകരണം നൽകി ജയിലുകളിൽ നല്ല സദ്യയൊക്കെ നൽകി അവരെ കുറച്ച് കഴിയുമ്പോൾ പുറത്ത് വിടും. ഏതായാലും നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് 30 വർഷത്തിനടക്കുന്നു ഒരാളെയും ഒരാളുടെയും വധശിക്ഷയൊന്നും നടപ്പാക്കിയിട്ടില്ല. ചില വധശിക്ഷകളൊക്കെ വിധിക്കാറുണ്ടെങ്കിലും നടപ്പാവാറില്ല എന്നുള്ളതാണ്. പക്ഷേ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം മറ്റൊരാൾ പറയുന്നത് കേട്ടിരുന്നു, ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. സൗദിയിലെ ശിക്ഷാരീതികളൊക്കെ വളരെ പൈശാചികമാണ്, വളരെ മോശമാണ്, വളരെ പ്രാചീനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അർഹമായ ശിക്ഷ തന്നെയാണ് അവിടെ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തെറ്റ് ചെയ്തവരെ അവർക്ക് വേണ്ടി വാദിക്കാൻ കുറേ ആളുകളുണ്ടാവും. പക്ഷേ സൗദിയിൽ അതൊന്നും നടക്കില്ല എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ സിദ്ദീഖിൻ്റെ കുടുംബത്തിന് വേണ്ടുന്ന നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് ഈ സൗദി ഈ കഴിഞ്ഞ ദിവസം വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട ഈ സൗദി പൗരൻ്റെ കുടുംബം അറിയിച്ചിരുന്നതാണത്രേ. പക്ഷേ കോടതി പറഞ്ഞു അതൊന്നും പാടില്ല. കാരണം അയാളെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയതല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നാളെ മുതൽ ഇങ്ങനെ കൊലകുറ്റമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, കൊലപാതകമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ കുറച്ച് ക്യാഷുമായി വരും. അതുകൊണ്ട് അപ്പോൾ അവർക്കും ഇതുപോലെ വിട്ടുവീഴ്ച നൽകേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് സൗദി കോടതി നിലപാട് സ്വീകരിച്ചു എന്നുള്ള വാർത്തയൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതാണ് സൗദിയും നമ്മുടെ നാടും തമ്മിലുള്ള വ്യത്യാസം. ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ ഒരു യുവാവിനെ 4 സൗദി പൗരന്മാരും അതുപോലെ
തൃശ്ശൂർ ജില്ലക്കാരനായ ഒരു മലയാളിയും ചേർന്ന് കൊലപ്പെടുത്തിയതിൻ്റെ ശിക്ഷ നടപ്പാക്കിയത്. അത് 2016 ഇതുപോലെ തന്നെയാണ്. കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് 4 സൗദി പൗരന്മാരും അതുപോലെ തന്നെ അതിന് ഒരു മലയാളിയും സഹായം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ആ 5 പേരുടെയും ശിക്ഷ ഏതാനും 5 മാസങ്ങൾക്ക് മുമ്പ് സൗദിയിലെ റിയാദിൽ തന്നെ നടപ്പാക്കിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷകളും കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും കുറ്റകൃത്യങ്ങൾ കുറയും. നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കുറയാതിരിക്കാനുള്ള കാരണം എന്താണ്? മതിയായ ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ കുറച്ച് കാലം ചിലപ്പോൾ ജയിലിൽ കൊണ്ടുപോയിടും, നന്നായി തീറ്റിപ്പോറ്റും, പിന്നീട് പുറത്തേക്ക് ഇറക്കി വിടും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഇവിടെ ഇപ്പോൾ എന്തായാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല, വധശിക്ഷയൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കോടതി വെറുതെ വിധിക്കുന്നതാണ്, വെറും പ്രഹസനം മാത്രമാണ്. ജയിലിൽ സുഭിക്ഷമായി നല്ല ഫുഡും കഴിച്ച് ജീവിക്കാം എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ വീണ്ടും തെറ്റ് ചെയ്യുന്നത്. ഒരു കൊല കഴിഞ്ഞിറങ്ങി ജയിലിൽ പോയി വീണ്ടും അയാൾ ശിക്ഷയെ കഴിഞ്ഞിറങ്ങിയാൽ വീണ്ടും കൊലക്കുറ്റം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കൊലപാതകം നടത്തുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരാൾ മോഷ്ടിച്ച് ജയിലിൽ പോയി വീണ്ടും ഇറങ്ങിയാൽ വീണ്ടും മോഷണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? വലിയ ശിക്ഷയൊന്നും ലഭിക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ നാട്ടിൽ തെറ്റുകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഓരോ കുറ്റം ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ ഇയാൾ മുമ്പൊരു കൊലപാതകം നടത്തിയിരുന്ന ആളാണ്, അല്ലെങ്കിൽ മുമ്പൊരു ശിക്ഷ കഴിഞ്ഞിറങ്ങിയ വ്യക്തിയാണ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ അടുത്തുണ്ടായ എല്ലാ സംഭവങ്ങളും. 2 ആഴ്ചകൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ നെമ്മാറ പോത്തുണ്ടിയിലുണ്ടായിരുന്ന ആ ചന്താമര, ഒരു അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ ചന്താമര, 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരിയെ കൊല ചെയ്ത് ജയിലിൽ പോയിരുന്ന വ്യക്തിയാണ്. നമ്മുടെ നാട്ടിൽ നിയമമല്ല, അയാൾക്ക് ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങി അടുത്ത 2 പേരെയും കൊലപ്പെടുത്തി. ഇങ്ങനെ തന്നെയല്ല നമ്മുടെ നാട്ടിലെ ഓരോ പ്രതികളുടെയും അവസ്ഥ, ഓരോ കുറ്റവാളികളുടെയും അവസ്ഥ. അപ്പോൾ കൃത്യമായ ശിക്ഷ നൽകിക്കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കുറയും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പലപ്പോഴും തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുന്നത് കൃത്യമായ ശിക്ഷ ലഭിക്കാത്തത് കൊണ്ടുമാണ്. സൗദി അറേബ്യ ആ രാജ്യത്തെ പൗരന്മാരാണ് എന്നുള്ളതൊന്നും അവിടെ നോക്കിയില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ, തെറ്റ് തെളിഞ്ഞോ, അവിടെ ശിക്ഷ നടപ്പാക്കി എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും പറയാറുണ്ടല്ലോ, സൗദിയുടെ അല്ലെങ്കിൽ യമൻ്റെയൊക്കെ ശിക്ഷാരീതി വളരെ മോശമാണ്. ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ വിഷയം വന്നപ്പോൾ ഒരു കയ്യബദ്ധത്തിൻ്റെ പേരിലാണ് ഇത്രയും വർഷം ജയിലിലിട്ടത്, അയാൾക്ക് വധശിക്ഷ വിധിച്ചത് എന്നൊക്കെ പലരും പറയാറുണ്ട്. അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിലും അബ്ദുറഹീമിന് ചില വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. അബ്ദുറഹീം അത് ആ ഒരു തെറ്റ് മറച്ചു വെക്കുന്നതിന് വേണ്ടി പറഞ്ഞ ചില നുണകളും മറ്റുമൊക്കെയാണ് അബ്ദുറഹീമിനെ ഈ ഒരു വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് അത് അബദ്ധമാണ് എന്ന് മനസ്സിലായപ്പോഴും എന്തായാലും കുറേ കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കാൻ അവിടെയുള്ള ആളുകൾ ശ്രദ്ധിക്കും. കാരണം പിടിക്കപ്പെട്ടാൽ ഇത്രയും വലിയ ശിക്ഷ കിട്ടുമെന്നുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോൾ യമനിൽ ശിക്ഷാവിധി കാത്ത് കഴിയുന്ന പാലക്കാട് സ്വദേശിയുടെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവരെ രക്ഷിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? കാരണം വളരെ ആ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന ഇവർ കൊലപ്പെടുത്തിയ ആ യമനി പൗരനെ വളരെ ക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. യമനി പൗരൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായേക്കാം, പക്ഷേ ഇവർ അതിന് ചെയ്യേണ്ടിയിരുന്നത് കൃത്യമായ തെളിവുകൾ സഹിതം യമൻ പോലീസിനെ സമീപിക്കലായിരുന്നു. പക്ഷേ അതിന് പകരം വളരെ ക്രൂരമായി കൊലപ്പെടുത്തി, എന്നിട്ട് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച്, എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് അവർ രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ് അവരെ പിടിക്കപ്പെട്ടതും മറ്റുമൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവർക്ക് വധശിക്ഷ വിധിക്കാനുള്ള കാരണം. അവരുടെ വധശിക്ഷ നടപ്പിലാക്കണം എന്നൊന്നുമല്ല, പക്ഷേ ആ രാജ്യത്തെ നിയമങ്ങൾ അങ്ങനെയാണ്. അവിടെ ആ നാട്ടുകാരാണ് അല്ലെങ്കിൽ മറ്റൊരു നാട്ടുകാരാണ് എന്നുള്ള നോട്ടമൊന്നുമില്ല. തെറ്റ് ചെയ്തു, ആ തെറ്റാണ് എന്ന് തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹു എല്ലാവർക്കും നല്ലതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.